ഹായ്, നമുക്കിന്ന് പ്രഷർ കുക്കറിൽ മട്ടൺ കറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റും ആണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇതിന് വേണ്ട ചേരുവകൾ: മട്ടൺ 1/2 കിലോ, എണ്ണ 5 ടേബിൾ സ്പൂൺ, സവാള 2 കപ്പ്, തക്കാളി 1 കപ്പ്, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി 5 എണ്ണം, ഇഞ്ചി 1 ഇഞ്ച് കഷ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് പാകത്തിന്. ചേരുവകൾ വിശദമായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചതും 15 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞൊന്നും ഇട്ടിട്ടില്ല, കാരണം നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഇത് വെന്തുടഞ്ഞു വരും. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുമ്പോൾ നമുക്ക് 2 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി സവാള നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. തീ സിമ്മിലോട്ട് വയ്ക്കുക. എന്നിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലോട്ട് 1 കപ്പ് തക്കാളിയും 3 പച്ചമുളക് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത്. ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഉപ്പൊന്ന് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒന്നുകൂടി ഒന്ന് വേവിക്കണം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നല്ലപോലെ കുറുകി കിട്ടും. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി ഇത് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കറി തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.